വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച 8 മണിക്കൂർ പിന്നിട്ടു. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവാണ് ബില്ല് അവതരിപ്പിച്ചത്. ലോക്സഭയിൽ 14 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി സിബി ജോസഫ് ഉണ്ട് റിപ്പോർട്ടിലേക്ക്. വർഷ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയുടെ മേശപ്പുറത്ത് വെച്ചത്. ലോക്സഭയിൽ ആവർത്തിച്ചതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ വഖഫ് ഭേദഗതി ബില്ല് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ലാണെന്നും മുസ്ലിം വിഭാഗത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് ഈ ബില്ല് വരുന്നതെന്നും രാജ്യസഭയിലും കിരൺ റിജിജു ആവർത്തിക്കുകയും ചെയ്തു. ഏതായാലും 3/4 മണിക്കൂറോളം ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള ഒരു അവതരണവും ഉള്ളടക്കവും വിശദീകരിക്കുകയും ചെയ്തു. പിന്നീടാണ് ചർച്ചകളിലേക്ക് കടന്നത്. ചർച്ചയിൽ പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാട്ടിയതും ലോക്സഭയിലേക്ക് പോലെ തന്നെ സമാനമായി ശക്തമായി ഈ ബില്ലിനെ എതിർക്കുകയും ഇത് ന്യൂനപക്ഷങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നും പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ മാത്രം കടന്നാക്രമിക്കുന്ന ഒരു ബില്ലാണെന്നും ഭരണഘടനാ വിരുദ്ധമായ ബില്ലാണെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിപക്ഷങ്ങളെല്ലാം തന്നെയും സംസാരിച്ചത്. പലപ്പോഴും ഭരണ പ്രതിപക്ഷ വാക്പോരിനും രാജ്യസഭ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏകദേശം 8 മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ചർച്ച മുന്നോട്ട് പോകുന്നത്. ഇനിയും സഭയിൽ ഈ ചർച്ച വൈകാൻ തന്നെയാണ് ഇപ്പോൾ സൂചന. എന്തായാലും ഇന്നിപ്പോൾ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമെല്ലാം തന്നെയും ഈ വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ നാടകീയമായ രംഗങ്ങൾക്കും കേന്ദ്രമന്ത്രി സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇടപെട്ടുകൊണ്ട് ക്ഷുഭിതരായി സംസാരിക്കുന്ന ചില രംഗങ്ങൾക്കും രാജ്യസഭ സാക്ഷ്യം വഹിച്ചു. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള അതിക്രമങ്ങളും യമുന എന്ന സിനിമയ്ക്ക് മേലുള്ള RSSന്റെ അതിക്രമങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ഈ വഖഫ് ഭേദഗതി ബില്ലുമേൽ ചർച്ച നടത്തിയത്. മാത്രമല്ല വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കിരൺ റിജിജുവിൻ്റെ വാദങ്ങളെല്ലാം തന്നെയും അദ്ദേഹം ഖണ്ഡിക്കുകയും ചെയ്തു. എന്തായാലും ഇതിന് പിന്നാലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം വളരെ ക്ഷുഭിതനായി സംസാരിക്കുകയും കേരളത്തെ വീണ്ടും അപമാനിക്കുന്ന രീതിയിലേക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പോകുകയും ചെയ്തു. എന്തായാലും ആ സമയത്ത് ഒരു ഭരണ പ്രതിപക്ഷ ബഹളത്തിനും കാരണമാകുന്ന ഒരു സ്ഥിതിയും രാജ്യസഭയിലുണ്ടായി. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 236 അംഗങ്ങൾ ഈ രാജ്യസഭയിൽ ഭരണപക്ഷത്തിനുണ്ട്. അതിൽ 236 അംഗമുള്ള രാജ്യസഭയിൽ ഏകദേശം 125 അംഗങ്ങൾ ഈ ഭരണപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷമുള്ള സ്ഥിതിക്ക് ഈ വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിലും പാസ്സാക്കാൻ ഭരണപക്ഷത്തിന് ഈസിയായി കഴിയും. പക്ഷേ എങ്കിൽ പോലും വളരെ ശക്തമായ എതിർപ്പാണ് പ്രതിപക്ഷത്തു നിന്നും ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ലോക്സഭയിൽ ഇന്നലെ ബില്ല് പാസ്സാക്കിയിരുന്നു. ഇന്നിപ്പോൾ രാജ്യസഭയിലും ഏറെ വൈകിയാണ് ഈ ബില്ല് പാസ്സാക്കിയെടുക്കും. അതോടെ ഈ ഒരു ബില്ല് പാർലമെൻറ്റിൽ പാസ്സാവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം അത് രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ഈ വഖഫ് ഭേദഗതി ബില്ല് നിയമമാകും. അങ്ങനെ മറ്റൊരു RSS അജണ്ട കൂടി നിയമ ഭേദഗതിയിലൂടെ അല്ലെങ്കിൽ നിയമ ഭേദഗതിയിലൂടെ ഇപ്പോൾ പ്രാബല്യത്തിലാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഒരു വഖഫ് ഭേദഗതി ബില്ലിൽ ഇപ്പോഴും ചർച്ച രാജ്യസഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വർഷ. ശരി, സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.